ഹലോ പ്രീമീഡിയസിലേക്ക് സ്വാഗതം. പ്രമേയുഗത്തിൻ്റെ തിരക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കാണുന്നത് എറണാകുളം കവിതയിലെ തിരക്കാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത തിരക്ക്. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും സിനിമയ്ക്ക് ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എറണാകുളം നഗരത്തിൽ മാത്രമല്ല, മൊത്തം കേരളത്തിലും ഇത് രീതിയിലുള്ള തിരക്ക് തന്നെയാണ് കാണുന്നത്. 4-ാം ദിവസമാണ് സിനിമ എത്തിയിട്ട്. ആദ്യ 3 ദിവസങ്ങളിലും സിനിമയ്ക്ക് ഒരു രക്ഷയുമില്ലാത്ത തിരക്ക്. നമുക്കറിയാം, എക്സ്ട്രാ ഷോസിൻ്റെ അയ്യരുകളി തന്നെയാണ് സിനിമയ്ക്ക് നടക്കുന്നത്. ഇവിടെ കിങ് സൈസാണ് ഈ ഒരു തിയേറ്റർ എന്ന് പറയുന്നത്, കവിതാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ. ഏകദേശം 1500-നടുത്തുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് സിനിമയ്ക്കുള്ള. ഇതിലെ 5 ഷോകളാണ് ഉള്ളത്. ആദ്യ ദിനം 6 ഷോകളായിരുന്നെങ്കിൽ പിന്നീട് 5 ഷോകൾ വെച്ചിട്ടാണ് കാണുന്നത്. ഈ 5 ഷോകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് മോർണിംഗ് ഷോ ഒഴികെ ബാക്കി എല്ലാം തന്നെ ഫുള്ളാണ് എന്നുള്ളതാണ്. മോർണിംഗ് ഷോയ്ക്ക് ഏതാനും സീറ്റുകൾ ബാക്കി കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈവനിങ് ഷോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കിട്ടാനില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബുക്ക് മൈ ഷോയിൽ ഒരുപാട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തിയേറ്ററിൽ ചെല്ലുമ്പോഴും ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റ് മേടിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതൊരു ജനസമുദ്രം തന്നെയാണ്. ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ തിയേറ്റർ ഉണ്ടെങ്കിൽ പോലും ആളുകൾ കയറും എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ആദ്യ ആഴ്ച കൊണ്ട് തന്നെ സിനിമ 30 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. സിനിമയുടെ കളക്ഷനല്ല എടുത്ത് പറയുന്നത്, കണ്ടിറങ്ങുന്നവർക്ക് കിട്ടുന്ന സന്തോഷം തന്നെയാണ്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് പോകുന്നത് കാണുന്നത്. ഇത് ഒരു ഷോ വിട്ട് അടുത്ത ഷോയുടെ തിരക്കാണ്. അടുത്ത ഷോയിലേക്ക് കയറാൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു തിരക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു വണ്ടി കയറണമെങ്കിൽ പോലും അരമണിക്കൂറിന് മുകളിൽ എടുക്കും. ഒരുപാട് പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു തിയേറ്ററാണ് ഈ പറഞ്ഞ കവിത തിയേറ്റർ എന്ന് പറയാം. എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്ററുകളുടെ പട്ടികയിൽ ഒന്ന് വരുന്നത്. ഏറ്റവും വലിയ തിയേറ്ററുകളുടെ പട്ടികയിൽ നിന്നല്ല, പണ്ട് ഇതിലും വലിയ തിയേറ്ററുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് കൂടുതൽ മൾട്ടിപ്ലക്സുകളും 200-300 സീറ്റുകളുള്ള ഒരു തിയേറ്ററാണ്. ഇതിൻ്റെ ബാൽക്കണിയിൽ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ബാക്കിയുള്ള തിയേറ്ററുകളുടെ ഡബിൾ സൈസ് ആളുകൾ കയറുന്നു എന്നുള്ളത്. എന്തായാലും പ്രമേയുഗം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു.